ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം നാം ഇന്ന് വായിച്ച 133 സങ്കീർത്തനം, അതിന്റെ 1-ാമത്തെ വാക്യം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകും. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകും. പ്രാർത്ഥിക്കുക. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ 2025 വർഷത്തിന്റെ സമാപന വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ്. വചനം ചിന്തിച്ച് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വന്നിരിക്കുന്ന പോരായ്മകളെ പരിഹരിച്ച് ഏറ്റവും അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങളിൽ ജീവിച്ച് ദൈവത്തെ മഹത്വീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വചന ചിന്ത ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്നതും ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുവാനും സ്വീകരിക്കേണ്ടതിന് സ്വീകരിക്കുവാനും ജീവിതത്തെ ഒന്നുകൂടെ വിശുദ്ധീകരിക്കാനും കുറവുകളെ പരിഹരിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണം. തിരുസന്നിധിയിലായിരിക്കുന്ന ഈ പ്രിയ ജനത്തെയും വചനം സംസാരിക്കുന്ന അടിയനെയും അവിടുത്തെ കൃപയുടെ കരങ്ങൾ വഹിച്ചാലും യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു ആരാധനയിൽ കൂടെ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചിരിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ച് ഒരു പുതുവർഷത്തിന്റെ നന്മകളിലേക്ക് വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു ക്രിസ്തുമസ് ആഘോഷങ്ങളിലൂടെ ഒരു സംതൃപ്തിയുടെ അനുഭവങ്ങളിൽ നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. ക്രിസ്തുമസ് കരോൾ ശുശ്രൂഷ ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിർവഹിച്ചു. ക്രിസ്തുമസ് ഘോഷയാത്ര ഒരു മതബഹുല സമൂഹത്തിൽ ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മുടെ സഭാവിശ്വാസികൾ ഐക്യതയോടെ ഒരുമിച്ച് നിന്നു. വീണ്ടും ഒരു വർഷാന്ത്യത്തിലേക്കും പുതുവർഷത്തിലേക്കും നാം പ്രവേശിക്കുകയാണ്. മനുഷ്യ ബന്ധങ്ങളുടെ അടിസ്ഥാനമായ കുടുംബം ദൈവത്തിന്റെ വരദാനമാണ്. എല്ലാ വർഷവും അവസാന വിശുദ്ധ ദിവസം നാം കുടുംബ ഞായറായി ആചരിക്കപ്പെടുന്നു. ഇപ്രകാരം നാം കുടുംബ ഞായറായി ആചരിക്കപ്പെടുവാനുള്ള കാരണം ഈ ആധുനിക കാലഘട്ടത്തിലെ കുടുംബ ജീവിതങ്ങൾ പലവിധമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും തകർന്നുകൊണ്ടിരിക്കുകയോ തകർച്ചയുടെ അനുഭവങ്ങളിലായിരിക്കുകയോ ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ കുടുംബ ജീവിതം എന്ന ദൈവിക സ്ഥാപനം ഇന്ന് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഈ 2025 വർഷത്തിൽ സംഭവിച്ചു പോയ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഒരു കുടുംബ ജീവിതത്തിൽ പുനഃപ്രതിഷ്ഠയോടുകൂടി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാനാണ് എല്ലാ വർഷത്തിന്റെയും അവസാന ഞായറാഴ്ച കുടുംബ ഞായറായി നാം ആചരിക്കപ്പെടുന്നത്. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്ക് നൽകിയിരിക്കുന്നത് കുടുംബം അക്രമരാഹിത്യത്തിന്റെ സങ്കേതം അഥവാ കുടുംബം അഹിംസ സങ്കേതം എന്നുള്ളതായ ഒരു വിഷയമാണ്. ഇവിടെ ലത്തീൻ ഭാഷയിൽ ഫാമിലിയ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നുമാണ് ഇംഗ്ലീഷിലെ
ഫാമിലി എന്ന പദം രൂപം കൊണ്ടത്. ഈ ഫാമിലി എന്ന പദത്തിന്റെ മലയാള പരിഭാഷയാണ് കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബം എന്ന് പറയുന്ന പദത്തിന്റെ അനേക നിർവചനങ്ങളെ കുറിച്ച് പല പ്രാവശ്യം നാം ചിന്തിച്ചത് കൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ കുടുംബം അഹിംസ സങ്കേതം എന്നാണ് നമ്മുടെ ചിന്ത. അപ്പോൾ കുടുംബത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അഹിംസയെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നശിപ്പിക്കുക അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുക എന്നർത്ഥം വരുന്ന സംസ്കൃത പദമായ ഹിംസയുടെ വിപരീത പദമാണ് അഹിംസ എന്ന് പറയുന്നത്. അഹിംസ എന്ന പദത്തിന്റെ അർത്ഥം ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നശിപ്പിക്കാതിരിക്കുക, കൊല്ലുക എന്നുള്ളതായ ഒരു അർത്ഥം മാത്രമല്ല, ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അഹിംസ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ മറ്റൊരു ചിന്തയും ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള പ്രചോദനം നൽകാതിരിക്കുന്നതും അഹിംസയുടെ തലത്തിൽ നിന്ന് ചിന്തിക്കേണ്ടതായ ഒരു ചിന്താ വിഷയമാണ്. ഇന്ന് പലപ്പോഴും നാം ആരെയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും വേദനിപ്പിക്കുന്നില്ല എങ്കിലും ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രചോദനങ്ങൾ, നാം പ്രചോദിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ മറ്റ് പലരെയും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹിംസിക്കുന്ന അനുഭവങ്ങളിൽ എത്തിച്ചേരാറുണ്ട് എന്ന കാര്യവും ഈ ഭാഗത്ത് നാം ചിന്തിക്കേണ്ടതായ വിഷയം തന്നെയാണ്. ഇന്നത്തെ വേദഭാഗങ്ങളിലെല്ലാം ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അത് ദൈവിക സ്വഭാവങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു അനുഭവങ്ങളിലൂടെ കുടുംബം അഹിംസയുടെ സങ്കേതമായി മാറ്റപ്പെടേണ്ടതായ ഒരു സാഹചര്യം ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ വേദനിപ്പിക്കുന്ന വാക്കുകളും പ്രവർത്തികളും പലപ്പോഴും ഹിംസിക്കുന്ന അനുഭവങ്ങളിലും ഇന്ന് നാം മീഡിയകളോ പത്രവാർത്തകളോ വായിക്കുമ്പോഴൊക്കെ കാണുവാനും കേൾക്കുവാനും കഴിയുന്നത് ഭാര്യ ഭർത്താവിനെ കൊന്നു, ഭർത്താവ് ഭാര്യയെ കൊന്നു, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു തുടങ്ങിയ ഹിംസയുടെ തലങ്ങൾ കുടുംബ ജീവിതങ്ങളിൽ നടമാടുന്നു. ആ ഒരു തരത്തിലേക്ക് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ എത്തിയില്ല എങ്കിലും വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ ബോധപൂർവമോ അല്ലാതെയോ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ഹിംസയുടെ തലങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായ ഭാഗമാണ്. ഇന്ന് പല കുടുംബ ജീവിതങ്ങളിലും വളരെ നിരാശകളും വേദനകളും അല്ലെങ്കിൽ പല കുടുംബ ജീവിതങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കുടുംബത്തെ എങ്ങനെ അഹിംസ സങ്കേതമാക്കി മാറ്റുവാനായിട്ട് കഴിയും. നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒന്നാമത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്ന ചിന്ത കുടുംബത്തെ അഹിംസ സങ്കേതമാക്കുന്ന ക്ഷമ എന്നുള്ളതാണ്. ഇന്ന് നാം പാഠമായി വായിച്ച 3 വേദഭാഗങ്ങളിലും ഒരുപോലെ പരാമർശിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് ക്ഷമ എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബം മനുഷ്യ ജീവിതത്തിലെ ആദ്യ സമൂഹമാണ്. ഈ സമൂഹത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു ജീവിത മൂല്യമാണ് ക്ഷമിക്കുക എന്നുള്ളത്. ക്ഷമാരാഹിത്യം നമ്മുടെ കുടുംബങ്ങളെ ഹിംസയുടെ
അനുഭവങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നുവോ എന്ന് ഈ സമയം നാം ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ക്ഷമ, സ്നേഹം, കരുണ, വിശ്വാസം, പരസ്പര ബഹുമാനം ഇത്തരത്തിലുള്ള അടിസ്ഥാന കല്ലുകളാൽ പണിയപ്പെട്ടതാകണം നമ്മുടെ കുടുംബ ജീവിതങ്ങൾ. മനുഷ്യ സ്വഭാവത്തിൽ നിന്നുള്ള അഹങ്കാരം, സ്വാർത്ഥത, അസൂയ, കോപം എന്നിവ കുടുംബ ജീവിതത്തെ ഹിംസാത്മകവും സംഘർഷാത്മകവും ആക്കിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കുടുംബങ്ങൾ ക്ഷമയാൽ അടിസ്ഥാനപ്പെട്ടതായ അടിസ്ഥാന ഘടകങ്ങളോടുകൂടെ ഒന്നുകൂടെ പുതുക്കി പണിയേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരേണ്ടത്. അത് ക്ഷമയോടെ, സ്നേഹത്തോടെ, കരുണാർദ്രമായ അനുഭവത്തിൽ പരസ്പരം വിശ്വസ്തതയുടെ ഒരു വേദിയായി, പരസ്പരം ബഹുമാനിക്കപ്പെടേണ്ടതായ ഒരു അനുഭവത്തിലൂടെ നമ്മുടെ കുടുംബ ജീവിതങ്ങളെ ഈ നാളുകളിൽ നാം പണിയപ്പെടുന്നുവെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ അഹിംസയുടെ സങ്കേതങ്ങളാക്കി നമുക്ക് മാറ്റുവാനായിട്ട് കഴിയും. ഓരോ കുടുംബവും അഹിംസ സങ്കേതമാകണമെങ്കിൽ പരസ്പരം ക്ഷമിക്കുവാനുള്ള മനോഭാവം നാം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സില്ലായ്മ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് പുരുഷന്മാർ ക്ഷമിക്കുവാൻ ഒട്ടും തയ്യാറല്ല. സ്ത്രീകൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും അവരുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അതൊരു കരിങ്കൽ കഷ്ണമായി അവശേഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പുരുഷന്മാർ ക്ഷമിച്ചില്ല എങ്കിലും ചിലപ്പോഴൊക്കെ മറന്നു പോകുന്ന സാഹചര്യങ്ങൾ. സ്ത്രീകൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും അവസരം വരുമ്പോൾ അവയെ പ്രയോഗിക്കുന്നതായ അനുഭവങ്ങൾ, ഇത്തരത്തിൽ ഇന്ന് കുടുംബ ജീവിതങ്ങൾ ഹിംസാത്മകമായ ഒരു അനുഭവങ്ങളിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ക്ഷമയുടെ ആത്മീയ അർത്ഥം എന്താണ്? ഒന്നാമത് മറന്നു കളയുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ സ്വൈരം കെടുത്തുന്ന, കുടുംബ ജീവിതത്തെ ഹിംസാത്മകമായി മാറ്റുന്ന ചിന്തകളെയൊക്കെ മറന്നു കളയുക, തെറ്റുകൾ അവഗണിക്കുക. ഇവ മാത്രമല്ല ക്ഷമ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു ആത്മീയ ശക്തിയാണ്. ഇത് ദൈവികതയിലൂടെ മാത്രമേ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയൂ. ക്ഷമിക്കുവാനുള്ള പഠിപ്പിക്കലുകളാണ് കർത്താവായ യേശുവിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുവിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നു, ഞാൻ സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിക്കുകയാണ്. യേശു അവിടെ പറയുന്നത് 7 വട്ടമല്ല 70 വട്ടവും നീ ക്ഷമിക്കണം എന്നുള്ളതാണ്. ക്ഷമിക്കുമ്പോൾ ദേഷ്യത്തിന്റെ, പ്രതികാരത്തിന്റെ ബന്ധനങ്ങൾ തകർന്നു വീഴുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ അഹിംസാത്മകമായ സങ്കേതങ്ങളാക്കി നമ്മുടെ കുടുംബങ്ങളെ പണിയപ്പെടുവാൻ നമുക്ക് കഴിയാത്തതിന് കാരണം ക്ഷമിക്കുവാനുള്ള മനസ്സില്ലായ്മയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിലാണ് ക്ഷമയില്ലായ്മയുടെ തലങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രതികാരത്തിന്റെ, ദേഷ്യത്തിന്റെ ബന്ധനങ്ങൾ തകർന്നു വീഴുമ്പോൾ കുടുംബ ബന്ധത്തിന് പുതിയൊരു തുടക്കം കുറിക്കുവാനായിട്ട് കഴിയും. ഈ 2025 വർഷത്തിന്റെ സമാപന വിശുദ്ധ ദിവസത്തിൽ ക്ഷമിക്കുവാനും മറക്കുവാനും അവഗണിക്കുവാനും നമ്മുടെ മനസ്സുകളെ നമുക്ക് രൂപപ്പെടുത്തുവാൻ കഴിയുമോ? ഇവിടെയാണ് ക്ഷമിക്കുമ്പോൾ ദേഷ്യത്തിന്റെ, പ്രതികാരത്തിന്റെ ബന്ധനങ്ങൾ തകർന്നടിയുകയും
പുതിയ ഒരു കുടുംബ ജീവിതത്തിന് തുടക്കം കുറിക്കുവാൻ കഴിയും. ക്ഷമിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിൽ വിശ്വാസം പുനരുദ്ധരിക്കുവാനായിട്ട് കഴിയും. ക്ഷമയില്ലായ്മ അവിശ്വാസത്തിന്റെ തലത്തിലേക്കും അവിശ്വാസം അവിശ്വസ്തതയുടെ തലങ്ങളിലും ഇന്ന് കുടുംബ ജീവിതങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ക്ഷമിക്കുന്നതിനുള്ള വൈമുഖ്യമാണ് പല കുടുംബ ജീവിതങ്ങളിലും സൗഖ്യം സാധ്യമാകാതിരിക്കുന്നതിനുള്ള കാരണം എന്നുള്ള കാര്യം പറഞ്ഞു പോകരുത്. ക്ഷമിക്കാതിരിക്കുവാനുള്ള ചില കാരണങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ വല്ലാതെ കുത്തി വേദനിപ്പിക്കാറുണ്ട്. ഈ സാഹചര്യങ്ങളിൽ കർത്താവായ യേശുവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കുവാനായിട്ട് കഴിയണം. ക്ഷമയുടെ മൂർത്തിമത് ഭാവം അവിടെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. കുടുംബം എന്നത് ദൈവിക സ്ഥാപനമാണ്. ആ ദൈവമുഖത്തേക്ക് നോക്കി ക്ഷമയുടെ തലങ്ങളിലൂടെ നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ അഹിംസയുടെ സങ്കേതങ്ങളായി രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് കുടുംബങ്ങളിൽ ക്ഷമിക്കുവാൻ കഴിയാത്തതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ, മുഖം മൂടികൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുമ്പോൾ നാം എല്ലാവരും അവനവന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇന്ന് പലപ്പോഴും മുഖം മൂടികൾക്ക് പിന്നിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് കുടുംബ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നതായ വ്യക്തിത്വങ്ങൾ. ഇവിടെ കുടുംബം അഹിംസയുടെ സങ്കേതമാകണമെങ്കിൽ കുടുംബാന്തരീക്ഷത്തിൽ നാം അണിഞ്ഞിരിക്കുന്ന മുഖം മൂടികൾ അഴിച്ചു വെച്ച് സ്വയം വെളിപ്പെടുത്തപ്പെടുന്ന വ്യക്തിത്വങ്ങളായി നമ്മുടെ കുടുംബ ജീവിതങ്ങളെ നാം കാണേണ്ടതായിട്ടുണ്ട്. ഇന്ന് പല കുടുംബ ജീവിതങ്ങളിലും മുഖം മൂടികൾ അണിഞ്ഞുകൊണ്ട് യഥാർത്ഥ മുഖത്തെ മറച്ചു വെച്ച് കുടുംബത്തെ അഭിമുഖീകരിക്കുമ്പോൾ കുടുംബം ഹിംസയുടെ സങ്കേതങ്ങളായി മാറ്റപ്പെടുന്നു. ഇങ്ങനെയുള്ള പൊയ്മുഖങ്ങൾ അഴിച്ചു വച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ തന്നെ സ്വയം വെളിപ്പെടുത്തി ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കുടുംബ ജീവിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ കുടുംബം അഹിംസയുടെ സങ്കേതങ്ങളായി മാറ്റപ്പെടുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇന്ന് നാം പാഠമായി വായിച്ച ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ യോസഫിന്റെ ജീവിതത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോസഫിനോട് തന്റെ സഹോദരങ്ങൾ ചെയ്ത ക്രൂരവും പൈശാചികവുമായ പ്രവർത്തനങ്ങൾ, അവനെ പൊട്ടക്കണറ്റിൽ തള്ളിയിടുന്നു, അവിടെ നിന്ന് മിദ്യാന്റെ കച്ചവടക്കാർക്ക് അടിമയായി വിൽക്കുന്നു. ഇങ്ങനെ സഹിക്കുവാനോ ക്ഷമിക്കുവാനോ കഴിയാത്ത പ്രവർത്തികൾ തന്റെ സഹോദരങ്ങൾ തന്നോട് ചെയ്തു. എന്നാൽ യോസഫ് ഇപ്പോൾ ആയിരിക്കുന്നത് വളരെ അധികാരവും അവകാശങ്ങളുമുള്ള ഒരു വ്യക്തിയായിട്ടാണ്. അപ്പോഴാണ് തന്റെ സഹോദരങ്ങൾ ഒരു പിടി ആഹാരത്തിന് വേണ്ടി തന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ആദ്യം യോസഫ് തന്നെ വെളിപ്പെടുത്തുവാൻ മടിക്കുന്നുവെങ്കിലും തുടർന്ന് യോസഫിന്റെ യഥാർത്ഥ മുഖം, താൻ അണിഞ്ഞിരിക്കുന്ന മുഖം മൂടി ഒന്ന് മാറ്റിവെച്ച് തന്റെ സഹോദരങ്ങൾക്ക് വെളിപ്പെടുത്തിയപ്പോൾ തന്റെ സഹോദരങ്ങളോട് ക്ഷമയില്ലാതെ പ്രവർത്തിക്കുവാനുള്ള എല്ലാ സാഹചര്യവും അധികാരവും ഉണ്ടായിരുന്നിട്ട് തന്റെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്ന, അവരെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു യോസഫിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണ് കുടുംബം അഹിംസയുടെ സങ്കേതമായി മാറ്റപ്പെടുന്നത്. ഇത് നാം പാഠമായി വായിച്ച വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ഒരു പിതാവിനെയും പിതാവിന്റെ ധൂർത്ത പുത്രനെയും ചിത്രീകരിക്കുകയാണ്. പിതാവിനോട് ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്ത് അവകാശങ്ങൾ
ദുർവിനിയം ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ടവനായി തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് അവൻ മടങ്ങി വരുമ്പോൾ ക്ഷമയോടെ അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത്, കൂലിക്കാരനിൽ ഒരുത്തനെ പോലെയല്ല, തന്റെ മകൻ എന്നുള്ള ആ ഒരു പുത്രത്വത്തിന്റെ പദവിയിലേക്ക് അവനെ തിരികെ ക്ഷണിക്കുന്ന ഒരു പിതാവിന്റെ ചിത്രം അഹിംസയുടെ സങ്കേതം തന്നെയാണ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങൾ എപ്രകാരമായിരിക്കുന്നു? ഹിംസയുടെ തലങ്ങളിൽ ക്ഷമയില്ലാതെ പ്രവർത്തിക്കുമ്പോൾ നാം നമ്മുടെ കുടുംബ ജീവിതങ്ങളെ ക്ഷമയിലൂടെ ഒരു അഹിംസാത്മക സങ്കേതങ്ങളാക്കി മാറ്റപ്പെടേണ്ട ആവശ്യകതയെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. രണ്ടാമത്തെ ചിന്ത, കുടുംബത്തെ അഹിംസ സങ്കേതമാക്കുന്ന ഐക്യത എന്നുള്ളതാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ അന്യോന്യം ഐക്യതയിൽ വസിക്കേണ്ടതായ ഒരു ആവശ്യകതയെ കുറിച്ചും ഇന്നത്തെ വേദഭാഗങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഇതിൽ നാം ഇന്ന് പാഠമായി വായിച്ച 133 സങ്കീർത്തനത്തിന്റെ 1 വാക്യം, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളിൽ ഈ ഒരു തലത്തിലേക്ക് ഉയരുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അഥവാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിച്ചിരുന്ന ആ സന്തോഷകരമായ അനുഭവങ്ങൾ സ്വപ്നത്തിൽ മാത്രം കാണുകയും യാഥാർത്ഥ്യങ്ങളുടെ തലങ്ങളിൽ പരസ്പരം വിദ്വേഷിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിലാണോ നാം ഇന്ന് എത്തി നിൽക്കുന്നത്? കുടുംബത്തെ അഹിംസാത്മക സങ്കേതമാക്കണമെങ്കിൽ ഐക്യതയിലൂടെ മാത്രമേ അതിന് കഴിയൂ. ഇവിടെ കുടുംബത്തെ ദൈവാനുഗ്രഹത്തിന്റെ ഒരു സങ്കേതമായിട്ടാണ് സങ്കീർത്തനക്കാരൻ വിവരിച്ചു കാണിക്കുന്നത്. ഇവിടെ കുടുംബത്തിലെ അംഗങ്ങൾ ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ ഐക്യതയിൽ വസിക്കുമ്പോഴാണ് കുടുംബം കൂടുമ്പോൾ ഇൻപമുള്ള സ്ഥാപനമായി മാറ്റപ്പെടുന്നത്. അവിടെ പരസ്പര സ്നേഹവും നിസ്വാർത്ഥതയും സഹകരണവും ഐക്യതയുടെ തലങ്ങളെയും വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും. ഐക്യതയിൽ നിലനിൽക്കുമ്പോഴാണ് ഇന്ന് കുടുംബങ്ങൾ അഹിംസയുടെ അനുഭവങ്ങളിൽ എത്തിച്ചേരുന്നത്. പല കുടുംബങ്ങളും ഐക്യതയില്ലാത്ത ശിഥിലമായി കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിന് കാരണങ്ങൾ കോപവും കുറ്റപ്പെടുത്തലും അസൂയയും വൈരാഗ്യവും വിഭാഗീയത സൃഷ്ടിക്കുകയും ചെയ്യുന്ന കുടുംബ അന്തരീക്ഷങ്ങളിൽ ഐക്യത വളർത്തിയെടുക്കണമെങ്കിൽ നാം വളരെ പണിപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. സഹനത്തോടുകൂടെ, വിനയത്തോടുകൂടെ, അത് മാനുഷിക മൂല്യങ്ങൾ പരിപോഷിപ്പിക്കപ്പെടുന്നതിലൂടെ, അഥവാ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശ്വസ്തതയുടെയും വേദിയായി നമ്മുടെ കുടുംബങ്ങളെ പണിയപ്പെടുമ്പോഴാണ് ഐക്യത കുടുംബ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഒരു കാലഘട്ടത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് വസിച്ചിരുന്ന കുടുംബ ജീവിതങ്ങൾ ഇതെത്തിയിരിക്കുന്നത് അപ്പന് അപ്പന്റെ വഴി, അമ്മയ്ക്ക് അമ്മയുടെ വഴി, മക്കളുടെ വഴി. ഐക്യത നഷ്ടപ്പെട്ട് വിഭാഗീയതയുടെ അനുഭവങ്ങളിൽ സ്വയം സംതൃപ്തി അണിയുന്നതിന് വേണ്ടി സ്വയം കേന്ദ്രീകൃതമായ ജീവിത അനുഭവങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ സ്വയം സൃഷ്ടിക്കുകയും കുടുംബങ്ങളിലെ ഐക്യത നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നാം ഇന്ന് എത്തി നിൽക്കുന്നുവോ എന്നുള്ള കാര്യം നാം മറന്നു പോകരുതേ. പ്രിയമുള്ളവരെ, ഐക്യതയുള്ള കുടുംബം പ്രതിസന്ധികളെ മറികടക്കുവാൻ ശക്തിയുള്ളതായിരിക്കും. ഐക്യതയുള്ള കുടുംബം
പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ശക്തിയുള്ളതായിരിക്കും. ഐക്യത ഇല്ലാത്ത കുടുംബം ചിതറിപ്പോകുന്ന അനുഭവങ്ങളാണ്. തലമുറകൾ ചിതറിപ്പോകുന്നു. ഭാര്യ ഭാര്യയുടെ വഴിക്കും ഭർത്താവ് ഭർത്താവിന്റെ വഴിക്കും പോകുന്നു. എന്നാൽ ഐക്യത നമ്മുടെ കുടുംബങ്ങളിൽ കാത്തു സൂക്ഷിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളെ അഹിംസ സങ്കേതങ്ങളായി മാറ്റപ്പെടണമെങ്കിൽ വളരെ നാം പണിയപ്പെടേണ്ടതായ ഒരു കാലഘട്ടമാണ്. ഇന്ന് എല്ലാവരും അധ്വാനിക്കുകയും എല്ലാവരും അവരവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. സമത്വം അവകാശപ്പെടുമ്പോഴും അത് സ്വാർത്ഥതയുടെ തലത്തിൽ നിന്നുകൊണ്ടുള്ള സമത്വവും സ്വാതന്ത്ര്യവും വിഭാവനം ചെയ്യുമ്പോൾ കുടുംബം എന്ന ഐക്യതയുടെ ദർശനം നഷ്ടപ്പെടുന്നുവോ? കുടുംബത്തിൽ ഐക്യതയില്ലാതെ ഒരുമനപ്പെടുവാൻ കഴിയാതെ നാം ഇന്ന് കുടുംബ ജീവിതങ്ങളെ ശിഥിലമാക്കുന്ന തലങ്ങളിലെത്തി നിൽക്കുന്നുവോ? ഇത് നാം പാഠമായി വായിച്ച കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ദീർഘക്ഷമ ഇവ ധരിക്കേണ്ട ആവശ്യകതയെ കുറിച്ചാണ് അവിടെ ലേഖനകർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഗുണങ്ങളാണ് ഐക്യതയിലേക്ക് നമ്മെ നയിക്കുന്നത്. അഹിംസാത്മകമായ ഓരോ കുടുംബ ജീവിതങ്ങളിലൂടെ ഐക്യതയുടെ തലങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് വീണ്ടും പണിയപ്പെടേണ്ടതായ ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ്. മൂന്നാമത്തെ ചിന്ത, കുടുംബത്തെ അഹിംസ സങ്കേതമാക്കുന്ന ക്രിസ്തുവിന്റെ സ്വഭാവം എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും ചിന്തിക്കേണ്ടതായ ഒരു ഭാഗമാണ്. നാം ഈ ലോകത്തിന്റെ പിന്നാലെയാണോ യാത്ര ചെയ്യുന്നത്? ദൈവമുഖം ദർശിച്ചുകൊണ്ടാണോ നാം യാത്ര ചെയ്യുന്നത്? നാം നമ്മുടെ ജീവിതങ്ങളെ ഇന്ന് ക്രമീകരിക്കുന്നത് ഈ ലോകത്തിന്റെ ആധുനികവൽക്കരണങ്ങളിലൂടെ ആഡംബര സുഖസൗകര്യങ്ങളോടെ ജീവിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണോ? ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന കുടുംബ ജീവിതങ്ങളെ അഹിംസാത്മക സങ്കേതങ്ങളാക്കി മാറ്റി ദൈവമുഖം ദർശിക്കുവാനാണോ എന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇന്ന് പലപ്പോഴും ഹിംസയ്ക്കാണ് പ്രാധാന്യം. അത് വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ചിന്ത കൊണ്ടായാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവത്തെ പ്രചോദിപ്പിക്കുന്ന തരത്തിലായാലും ഇന്ന് പരസ്പരം ഹിംസിക്കുന്ന ഒരു കാലഘട്ടം. എനിക്ക് എങ്ങനെ വലുതാകുവാനായിട്ട് കഴിയും എന്ന് ചിന്തിക്കുമ്പോൾ അത് മറ്റുള്ളവരെ ഹിംസിക്കാതെ അത് സാധ്യമല്ലാതിരിക്കുന്ന സാഹചര്യങ്ങൾ. ഇവിടെയാണ് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നാം നോക്കേണ്ടിയിരിക്കുന്നത്. നമ്മുടെ കുടുംബ ജീവിതങ്ങൾ അഹിംസയുടെ തലങ്ങളായി പണിയപ്പെടണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നാം വളരേണ്ടതായിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 52-ൽ വാളെടുത്തവൻ വാളാൽ തന്നെ നശിക്കും എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഒരു അഹിംസാത്മക ജീവിതത്തെ അവതരിപ്പിക്കുന്ന കർത്താവായ യേശുവിനെയാണ് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തുവിന്റെ സ്വഭാവവും യേശുക്രിസ്തുവിന്റെ ജീവിതവും യേശുക്രിസ്തുവിന്റെ ഉപദേശവും വ്യക്തമാക്കുന്നത് ഒരു അഹിംസാത്മക ജീവിതത്തിന്റെ പ്രാവർത്തിക തലങ്ങളെ തന്നെയാണ്. സ്നേഹം, ക്ഷമ, വിനയം, കരുണ, സഹനം, സമാധാനം തുടങ്ങിയ അഹിംസയുടെ പൂർണ്ണ രൂപത്തെയാണ് കർത്താവായ യേശു തന്റെ ജനനത്തിലൂടെ, തന്റെ ജീവിതത്തിലൂടെ, തന്റെ മരണത്തിലൂടെ, തന്റെ പുനരുദ്ധാരണത്തിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചത് എന്നുള്ളതാണ്. കർത്താവായ യേശുവിന്റെ ക്ഷമയുടെ ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ നാം പുനഃസൃഷ്ടിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അഹിംസയുടെ ഇടങ്ങളായി മാറ്റപ്പെടുന്നു.
യേശുവിന്റെ സ്വഭാവം പ്രാവർത്തികമാക്കേണ്ട ആദ്യ ഇടം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ തന്നെയാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ ക്രിസ്തുവിന്റെ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളിലേക്ക് കൊണ്ടുവരികയും ഇവിടെ നമ്മുടെ കുടുംബ ജീവിതങ്ങളെ ഒന്ന് പുനർ നിർമ്മിക്കുകയും ചെയ്യേണ്ട ഒരു ചിന്തയാണ് ഈ 2025 വർഷത്തിന്റെ അവസാന വിശുദ്ധ ദിവസം ഇവിടെ ദൈവവചനത്തിലൂടെ നാം ചിന്തിക്കുന്നത്. കുടുംബത്തിലെ അഹിംസ ഒരു നിയമം കൊണ്ടോ നിർബന്ധം കൊണ്ടോ ഉണ്ടാക്കുവാനായിട്ട് കഴിയുന്നതല്ല. ക്രിസ്തുവിന്റെ സ്വഭാവം പ്രാവർത്തികമാക്കുന്നതിലൂടെ നമുക്കത് സ്വാംശീകരിക്കുവാനും കഴിയും. കുടുംബത്തിൽ അഹിംസ ഒരു നിയമം കൊണ്ടോ അഥവാ നമ്മുടെ നിർബന്ധങ്ങൾ കൊണ്ടോ പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയില്ല. അത് സ്വയം ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ക്രിസ്തേശുവിലുള്ള ഭാവം നാം സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിൽ അതിന് ആരംഭം കുറിക്കുന്നത്. ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുവാനും ക്രിസ്തുവിനെ പോലെ സഹിക്കുവാനും ക്രിസ്തുവിനെ പോലെ സഹിക്കുന്ന, ക്ഷമിക്കുന്ന, സമാധാനമുണ്ടാക്കുന്ന ഒരു അനുഭവത്തിൽ പരസ്പരം അംഗീകരിക്കുവാനും പരസ്പരം വിലമതിക്കുവാനും അത് പരസ്പരം വിശ്വസ്തരായി ജീവിക്കുവാനും കഴിയുമ്പോഴാണ് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ അഹിംസ സങ്കേതങ്ങളായി മാറ്റപ്പെടുന്നത്. 3 പ്രായോഗിക തലങ്ങൾ ഓരോ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് വിരാമം കുറിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, സമാധാനപരമായ സംഭാഷണം നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ വളർത്തുക. വാക്കുകളിലെ ഹിംസ ഒഴിവാക്കുക. കേൾക്കുവാനുള്ള മനസ്സ് കാട്ടുക. രണ്ടാമത്, ദൈവവചനം പഠിക്കുക. കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുക. ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ലാതിരിക്കുന്ന കുടുംബ ജീവിതങ്ങളിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇവിടെ ദൈവവചനം പഠിക്കുവാനും കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുവാനും കഴിഞ്ഞാൽ ഒരു പരിധി വരെ എല്ലാ പ്രശ്നങ്ങൾക്കും വിരാമം കുറിക്കുവാനായിട്ട് കഴിയും. മൂന്നാമത്, നന്ദിയുള്ളവരായിരിക്കുക. പരസ്പരം ബഹുമാനിക്കുകയും പ്രശംസിക്കുകയും വിലമതിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ അഹിംസ സങ്കേതങ്ങളായി തീരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.